നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നുവെന്ന് പ്രതീതിയുള്ള ഒരു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. കളമശ്ശേരി മന്ത്രി പി രാജീവിന്റെ, വ്യവസായ മന്ത്രിയുടെ സിറ്റിംഗ് സീറ്റായ കളമശ്ശേരി അദ്ദേഹം കഴിഞ്ഞ തവണ UDF നിന്ന് പിടിച്ചെടുത്ത സീറ്റാണ്. 2011 മുതൽ 2 തവണ VK ഇബ്രാഹിം കുഞ്ഞ് ജയിച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 15,000-ൽ പരം വോട്ടുകൾക്ക് പി രാജീവ് ജയിച്ചിരുന്നു. ഇത്തവണ കൊച്ചിയിൽ വ്യവസായ മന്ത്രിക്ക് അടിപത്രമോ എന്നുള്ളതാണ് ഒരു വലിയ രാഷ്ട്രീയ ചോദ്യം. പക്ഷേ കഴിഞ്ഞ തവണ വിജയിച്ചതിന് ശേഷം അദ്ദേഹം ആ മണ്ഡലത്തെ എത്രത്തോളം നേഴ്സ് ചെയ്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അവിടെ കൊണ്ടുവന്ന പദ്ധതികൾ, പിന്നെ മൊത്തത്തിൽ തന്നെ പി രാജീവിന് വ്യവസായ മന്ത്രി എന്നുള്ള രീതിയിൽ ഉണ്ടായ ഇമേജ്, ആ വ്യവസായ മന്ത്രിയുടെ തിരക്കൊക്കെ ഉണ്ടാകുമ്പോഴും കളമശ്ശേരിയെ വിട്ട് കളയാതെ അവിടെ ആ മണ്ഡലവുമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ബന്ധം എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുമെന്ന് തോന്നുന്നു. യെസ്, കളമശ്ശേരിയിൽ വിജയയോഗം ആർക്കായിരിക്കും? വരട്ടെ, നമ്പേഴ്സ് ഓൺ സ്ക്രീൻ. കളമശ്ശേരിയിൽ ആര്? പി രാജീവ് തന്നെ 48.57, വി അബ്ദുൽ ഗഫൂറിന് 44.07, NDAക്ക് 7.36 വോട്ടുകളെ സമാഹരിക്കാൻ കഴിയുന്നുള്ളൂ. അഡ്വാൻറ്റേജ് പി രാജീവ്. 4.50 ഡിഫറൻസ് പി രാജീവിന് ഇത്തവണയും നിലനിർത്താൻ കഴിയുന്നുണ്ട്. അതായത് മൊത്തത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് കരുതുന്ന ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ 10 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കളമശ്ശേരി പോലൊരു മണ്ഡലത്തിൽ പി രാജീവിന് 4.50 ലീഡ് നിലനിർത്താൻ കഴിയുന്നുണ്ട്. ഈ പറഞ്ഞത് തന്നെയാണ് അതിന്റെ കാരണം. എറണാകുളം ജില്ലയിൽ ആകെ പരിശോധിക്കുമ്പോൾ UDF അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകുമ്പോൾ കളമശ്ശേരിയിൽ പി രാജീവിന് ഏകദേശം പകുതിയിലധികം ആളുകളുടെ പിന്തുണ, 48.57. അതിൽ തന്നെ 4.5 എന്ന് പറയുമ്പോൾ നേരിയ മുൻതൂക്കത്തിന് മുകളിൽ, അതായത് ആ സീറ്റ് നിലനിർത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ തവണത്തെ അത്ര വരില്ല, കഴിഞ്ഞ തവണ 9% മുൻതൂക്കം ഉണ്ടായിരുന്നു. ഇത്തവണ സ്വാഭാവികമായിട്ട് സംസ്ഥാനത്ത് ആകെ ഒരു UDF അനുകൂല തരംഗത്തിൽ പോലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മറ്റൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുന്നതിൽ കുറച്ചുകൂടി മത്സരം കടുക്കുമായിരുന്നു എന്നൊരു വിലയിരുത്തൽ വോട്ടർമാർക്കിടയിൽ നമ്മൾ സാമ്പിൾ ശേഖരിക്കുമ്പോൾ. പിന്നെ അദ്ദേഹത്തെ പറ്റി മണ്ഡലത്തിൽ വികസനം നടപ്പിലാക്കിയിട്ടില്ല എന്നൊരു ആക്ഷേപം ആർക്കുമില്ല. കാരണം കളമശ്ശേരിയിൽ എന്താണ് കൃഷി എന്ന് ഞാൻ കൗതുകത്തോടെ നോക്കിയിട്ടുണ്ട്. കൃഷിക്കൊപ്പം കളമശ്ശേരി എന്നുള്ള നമ്മൾ സാമ്പിൾ ശേഖരിക്കാൻ പോകുമ്പോൾ അപ്പം എല്ലാ മേഖലയും, ഇപ്പോൾ കാർഷികം ഒരു വ്യാവസായിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥലത്തിൽ എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പം എന്ന് പറഞ്ഞ ഇനിഷ്യേറ്റീവ്, കുറേയധികം പദ്ധതികൾ നടപ്പിലാക്കി, മെഡിക്കൽ ക്യാമ്പുകൾ, അങ്ങനെ ധാരാളം പദ്ധതികൾ അവിടെ നടപ്പിലാക്കി. ആളുകൾക്കിടയിൽ മന്ത്രിയായിരുന്നിട്ട് കൂടി മണ്ഡലത്തിൽ സജീവമായിരുന്നു. രാജീവിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് പക്ഷേ എനിക്കൊന്ന് UDF തന്നെ എറണാകുളത്ത് കളമശ്ശേരിയും കൊച്ചിയും കളമശ്ശേരിയും കൊച്ചിയും UDF വിജയിക്കാൻ സാധ്യതയില്ല എന്ന് അവർ വിലയിരുത്തുന്ന സീറ്റുകളാണ്. NDAയുടെ വോട്ട് ഷെയർ കൂടി നോക്കണം. BDJS രൂപം കൊണ്ട തെരഞ്ഞെടുപ്പിൽ 2016-ൽ 15% വോട്ട് കളമശ്ശേരിയിൽ അവർക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണയും ഇത്തവണയും അത് ഡിപ്പ് ചെയ്യുന്ന ഒരു പ്രവണത കാണിക്കുക. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, LDF ആണ്. ഇതിനകത്ത് കളമശ്ശേരി നമ്മുടെ A കാറ്റഗറി മണ്ഡലമായിരുന്നു. കളമശ്ശേരി നഗരസഭ, ഏലൂർ നഗരസഭ, കടുങ്ങല്ലൂർ, കരുമാലൂർ, കുന്നുകര എല്ലാ പഞ്ചായത്തുകളിൽ നിന്ന് നമ്മൾ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അത് തന്നെ കളമശ്ശേരി നഗരസഭയിലെ ഏറ്റവും കൂടുതൽ സാമ്പിൾ ശേഖരിച്ചു. കാരണം അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം UDF ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എത്രമാത്രം സിറ്റിംഗ് MLAക്ക് അല്ലെങ്കിൽ രാജീവിന് ദോഷം ചെയ്യുന്നത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സാമ്പിൾ ശേഖരിച്ചത് കളമശ്ശേരി നഗരസഭയിലായിരുന്നു. അവിടെ കമ്മ്യൂണിറ്റി വൈസ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റി അവിടെ ഒരു വലിയ പ്രബല കമ്മ്യൂണിറ്റിയാണ്. അവിടെയും ഈ പറയുന്ന ആ വിഭാഗത്തിനിടയിലും സ്വീകാര്യതയുണ്ട്. പരമ്പരാഗതമായ ഒരു UDFന് വലിയ വോട്ട് ബേസ് ഉള്ള മണ്ഡലമാണ്. അപ്പോൾ ആ വോട്ട് ബേസ് നിലനിർത്താൻ ഈ അബ്ദുൽ ഗഫൂറിന് സാധിക്കുന്നുണ്ടോ? അല്ല, ഈ എല്ലാ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ പലതരത്തിലുള്ള പല സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ മനുഷ്യന്മാരുമായിട്ടും ബന്ധം വെക്കാൻ പി രാജീവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു പ്രചരണത്തിനിടയ്ക്ക് ഒരു കുട്ടി വന്ന് പറയാണ്, രാജീവിക്ക നിങ്ങൾ ജയിക്കും, നിങ്ങളാണ് ജയിക്കുക എന്ന് പറയുന്നു. അപ്പോൾ അത് ആ പെട്ടെന്ന് ആളുകളുടെ ഇടയിലൊക്കെ ഒരു അമ്പരപ്പും സന്തോഷവും ഉണ്ടാക്കുന്നത്, അത്തരത്തിലുള്ള പ്രചരണ പരിപാടികളൊക്കെ ആ ഒരു രീതിയിലാണ് നീങ്ങുന്നത് അവിടെ. അതെ, വളരെ വലിയ രീതിയിലുള്ള പ്രചരണം, വളരെ ഈ പറഞ്ഞ പ്രചരണ രംഗത്തും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കളമശ്ശേരിയിൽ അട്ടിമറിയില്ല എന്നാണ് കോർ പ്രൊജക്ട് ചെയ്യുന്നത്.